അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷം നൽകുകയാണ്, വലിയ വിജയം നൽകുകയാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന എല്ലാ സന്തോഷങ്ങളും, ഈമാനുള്ളവർക്ക് നൽകുന്ന എല്ലാ സന്തോഷങ്ങളും അത് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്നതാണ്. എല്ലായിടത്തും അതിന്റെ സന്തോഷം അല്ലാഹു തആല നൽകുന്നതാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, നമ്മുടെ മുർസലീങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈമാനുള്ള ആളുകളെയും നമ്മൾ സഹായിക്കും. നല്ല ഉറച്ച ഈമാനോടെ സ്വാലിഹായ അമലുകൾ ചെയ്ത് ജീവിച്ചവരാരാ, അവരെ അല്ലാഹു സഹായിക്കുകയാണ്. ഇന്നാ ലനൻസുർ, എന്തൊരു വർത്തമാനമാണത്! തീർച്ചയായും സഹായിക്കുമെന്നാണ്. അവർക്കൊരു പേടിയില്ല, ഭയപ്പാടില്ല. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലും അവര് പരാജയപ്പെടൂല, ഭയപ്പെടേണ്ടി വരൂല. വയൗമ യഖൂമുൽ അശ്ഹാദ്, നാളെയും അവര് നല്ല അന്തസ്സിലായിരിക്കും, നല്ല അഭിമാനത്തിലായിരിക്കും. എല്ലാവരും സാക്ഷി പറയുന്ന ദിവസത്തിലും അവര് ഇസ്സത്തിലായിരിക്കുമെന്ന് ഖുർആൻ. ഈമാനോടുകൂടെ തളരാതെ നമ്മൾ നടക്കാൻ കഴിയണം. ആഖിറുസ്സമാനാണ്, അവസാന കാലഘട്ടമാണ്. മുഅ്മിനായി നല്ലവണ്ണം ജീവിക്കണമെങ്കിൽ നല്ല പെടാപാടുപെടേണ്ടി വരും. കഷ്ടപ്പാടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും. നല്ല തൊപ്പി വെച്ച് താടി വെച്ച് ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രമിട്ടിട്ട് നല്ല SSFകാരനായി, SYSകാരനായി, സുന്നത്ത് ജമാഅത്തിന്റെ പതാക കയ്യിലേന്തി നടക്കുമ്പോ ഓമ്പല്ലൊരാളെന്ന് പറയാൻ, കളിയാക്കി ചിരിക്കാൻ, റോഡ് സൈഡിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് വരെ ചിലപ്പോലെ പരിഹാസങ്ങൾ ഉണ്ടാകും. ഖുർആൻ പറയുന്നുണ്ട്, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ വയസ്ഖറൂന മിനല്ലദീന ആമനൂ. പരിശുദ്ധമായ ഖുർആനാണ്. കാഫിരീങ്ങൾക്ക് ദുനിയാവിൻ ജീവിതം അലങ്കാരമാണ്. അവരടിച്ചു പൊളിക്കാണ്. രസിക്കാനും ചിരിക്കാനും രമിക്കാനുമാണ് അവർ സമയം കണ്ടെത്തുന്നത്. അള്ളാനെ ഓർക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. ആഘോഷങ്ങളിലാണ് അവരുള്ളത്, ആർഭാടങ്ങളിലാണ് അവരുള്ളത്. അവര് കേക്ക് മുറിക്കാനുള്ള തിരക്കിലാണ്, ആനിവേഴ്സറി കഴിക്കാനുള്ള ആവേശത്തിലാണ്. ഓരോന്നിനും ആഘോഷങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഗർഭിണി ആയാൽ ഓരോ മാസത്തിലും ചടങ്ങാണ്. കല്യാണം കഴിക്കുകയാണെങ്കിലും പുതിയാപ്പിളായാലും 7 ദിവസം അവിടെയും വേറെ ചടങ്ങാണ്. അവരിത് വല്ലാത്ത അലങ്കാരമായി കാണാണ്. ചിരിയിലാണ്, കളിയിലാണ്, തമാശയിലാണ്. വയസ്ഖറൂന മിനല്ലദീന ആമനൂ, ഈമാനുള്ളവർ അവരെ പരിഹസിക്കുകയാണ്. ഈമാനുള്ളവന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് കൊഞ്ഞനം കുത്താണ്. ഇത് കാഫിരീങ്ങളെ അടയാളമാണ്. ബേജാറ് വേണ്ട മുഅ്മിന്. ഈമാനിന്റെ പിന്നിൽ അതിന്റെ പേരിൽ ഒരിക്കലും ബേക്കോട്ട് പോകല്ലേ. നാളെ ഒരു ദിവസം വരാനുണ്ട്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഈഹാ റാദിയ. പരിശുദ്ധമായ ഖുർആനല്ലേ പറഞ്ഞത്. അന്നത്തെ ദിവസം അവരെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാ. സന്തോഷത്തിലാണ് അവരെ മുഖമുള്ളത്. എങ്ങനെയാണ് ഇവർക്ക് ഇന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞത്? ലിസഈഹാ റാദിയ. നല്ല നല്ല പ്രവർത്തനങ്ങള്, നല്ല നല്ല അധ്വാനങ്ങള്, അതേ ദീനിന് വേണ്ടി കൊടിപിടിച്ചത്, സ്ഥാപനത്തിന് വേണ്ടി പിരിവെടുത്തത്, അതിനു വേണ്ടി അധ്വാനിച്ചത്, ഇൽമ പഠിപ്പിച്ചത്, വഅദ് പറഞ്ഞത്, ഖുർറത്തു സാദാത്തിനെ പോലെ രാപ്പകലില്ലാതെ ഓടി നടന്നത് ദീനിനെ ശ്രദ്ധയാനാണ്, ഉപദേശിക്കാനാണ്, വഅദ് പറയാനാണ്, ദിക്ർ ചൊല്ലിപ്പിക്കാനാണ്. താജുൽ ഉലമ നൂറുൽ ഉലമയിൽ നമ്മൾ വായിച്ചതും പഠിച്ചതും അതാണ്. അവർ അധ്വാനങ്ങൾ കാരണമായി അവർ നാളെ മുഖം പ്രകാശിച്ചവരായി, നല്ല സന്തോഷവാന്മാരായി അവരെ കാണാം.
യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്. ചിലരുടെ മുഖം ഇങ്ങനെ വെളുത്തിരിക്കുമല്ലോ, ചിലരുടെ മുഖം കരിവാളിച്ചിരിക്കുമല്ലോ. ഖുർആൻ പറഞ്ഞതാണല്ലോ, ഫഅമ്മല്ലദീന ആമനൂ, ഈമാനോടുകൂടെ ജീവിച്ച ആളുകള്, നല്ല അമൽ ചെയ്ത ആളുകള്, അവരെ മുഖം പ്രത്യേകം മനസ്സിലാക്കാം. മുഖം വെളുത്തിരിക്കുന്നത് കാണാം. വുളൂ ചെയ്യുമ്പോ നിങ്ങൾ മുഖവും കൈയും കാലൊക്കെ കയറ്റി കഴുകിക്കോ. അതേ നാളെ നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ, കൈകാലുകൾ പ്രകാശിക്കാൻ ആ അമല് മതിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളെ കാരണമായി, നിന്റെ കൈകാലുകളെന്ന് നീട്ടിക്കഴുകുന്നത് കാരണമായി നാളെ കാണാം ഖുർറൻ മുഹജ്ജലീൻ, നല്ല മുഖം പ്രകാശിച്ചവരായ, കൈകാലുകൾ പ്രകാശിച്ചവരായ ആളുകളെ എന്നല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്നാൽ ചിലര് വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. വുജൂഹു യൗമഇദിൻ ഖാശിഅ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹ് മുമ്പിൽ നരകമാണ്, നരകമാണ്, കത്തിയാളുന്ന നരകമാണ്. അത് കണ്ടിട്ട് പേടിയിലാണ്. തസ്ലാ നാറൻ, നാറ് എന്ന് പറഞ്ഞാൽ തന്നെ ചൂടുള്ളതല്ലേ, തീ. ദുനിയാവിലെ തീയല്ലല്ലോ ആഖിറത്തിലെ തീയ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹ് ഹാമിയ എന്നും കൂടി പറയാണ്. എന്തൊരു കഠിനമേറിയ ചൂടാ ദുനിയാവിലെ തീയ്. അത് കുറച്ച് കഴിയുമ്പോ കെട്ടുപോകുമല്ലോ. ആഖിറത്തിലെ തീയെ കെടൂല മുഅ്മിനേ. കത്തിച്ച് 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 3000 വർഷം കത്തിച്ച് ഇന്ന് തീയിന്റെ കളറ് കറുപ്പാണ്, കൂരിരുട്ടാണ്. കുഫാർ ഇത് കണ്ടിട്ട് ഭയപ്പാടോടുകൂടെ, അഥവാ നല്ല പാങ്ങില് ദുനിയാവിൽ ഈമാനോടുകൂടെ നടന്നവനെ കളിയാക്കി നടന്നവൻ നാളെ വല്ലാത്ത വിഷമത്തിലാണ്. സന്തോഷിക്കേണ്ടത് അവിടെയല്ലേ, ചിരിക്കേണ്ടത് അവിടെയല്ലേ, അർമാദിക്കേണ്ടത് അവിടെയല്ലേ. ഹബീബായ തങ്ങളെ കൂടെ ഒന്നും കൂടണ്ടേ, അവിടുത്തെ കല്യാണത്തില് കൂടണ്ടേ പെങ്ങള്, അവിടുത്തെ തൃക്കല്യാണത്തിലൊന്ന് കൈകൊട്ടി പാടണ്ടേ, അവിടുന്ന് ഇതിനൊന്ന് ഈ ദുനിയാവിൽ നിന്നൊന്ന് ഒരുങ്ങണേ.